അവളെ കുറ്റം പറയാൻ പറ്റില്ല ജോസേ. നീ കൊന്നത് അവളുടെ ചേട്ടനെയല്ലേ? അമ്മയെ ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ കാരണം 2 കുടുംബമില്ല അനാഥമായത്. നിന്റെ കാശിനോടുള്ള ആർത്തിയാണ് ഇതിനൊക്കെ കാരണം. അങ്ങനെ പറയല്ലമ്മേ, ഞാനായിട്ട് ചോദിച്ചതല്ലോ. അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് മോഹിപ്പിച്ചതല്ലേ. എന്നിട്ട് എനിക്കൊരാവശ്യം വന്ന് ചോദിച്ചപ്പോഴൊക്കെ അവരെ ഒരുമാതിരി വട്ടം കിടക്കുമല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു ജീവനല്ലേ പോയത്. അമ്മയോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അമ്മ അവളോടൊന്ന് സംസാരിക്കണം. എന്നെ അവളുടെ വീട്ടിൽ കയറ്റുന്നത് തന്നെ അവളുടെ നല്ല മനസ്സ് എന്ന് കരുതി ഞാൻ പറഞ്ഞ അവള് നിന്നെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നണ്ട. ഈ 6 വർഷം അവളുടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോ അമ്മയല്ലേ സഹായിച്ചത്. അമ്മ പറഞ്ഞ അവള് കേൾക്കും. എന്റെ മകനില്ലേ, അവനിൽ എനിക്കൊരു അവകാശമില്ല. നീ കൂടുതൽ അവകാശത്തെ പറ്റിയൊന്നും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. നീ ആദ്യം നിനക്കൊരു വരുമാന മാർഗം സംഘടിപ്പിക്കേ. ഇതിപ്പോ നിന്റെ തറവാടല്ല, നിന്റെ അനിയന്റെ വീടാണ്. ഞാൻ തന്നെ ഇവിടെ അധികം പറ്റും. അത് നീ മനസ്സിലാക്കണം. ഞാൻ മേരിയെ പോയൊന്ന് കാണാം. പെട്ടെന്നൊരു മാറ്റം അവളിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. നമുക്ക് നോക്കാം. എന്ത് പറയാനാ? ഇവളോട് നേരിട്ട് തന്നെ ചോദിച്ചു. ഇവളുടെ ഒരുക്കം അല്ലാന്ന് പറയാനാ. പിന്നെ ഇച്ചായ വെറുതെ പറയാം. എപ്പോ വരും? ഇവിടെ ഉണ്ട്. പുറത്തു പോയത് മോനെ. ഇപ്പൊ വരും. ടേബിളിലൊന്നും കാണാനില്ലല്ലോ. നല്ല വിശപ്പുണ്ട് കേട്ടോ. സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എടുത്തു. ഇപ്പൊ കൊണ്ടുവരാം. ഇവന്റെ പോക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തുപറ്റി? കൂടെയുള്ള 2 പേർക്ക് ഈ ആഴ്ച അസൗകര്യ. അതുകൊണ്ട് ഈ മന്ത് ഇന്നിലേക്കാക്കി. പുതിയതായിട്ടൊന്നും കിട്ടിയില്ലല്ലേ? ഇല്ലങ്ങളെ.